നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ചിന്തകളെ അനലൈസ് ചെയ്യാറുണ്ട്? നമ്മുടെ ചിന്തകളെ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ കിട്ടിയെന്ന് കരുതും. പക്ഷെ നമ്മുടെ ചുറ്റും ഇരിക്കുന്നവർ നമ്മളോട് പറഞ്ഞു തരുന്നത് നിന്നെ കൊണ്ട് ആ കാര്യം ചെയ്യാൻ പറ്റില്ല, നീ ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് കേൾക്കുന്നതെങ്കിൽ മേ ബി നമ്മൾ ആ കാര്യമായിരിക്കും എടുക്കുക. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഞാനത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തന്നെ ചിന്തിക്കും. നേരെ മറിച്ച് അതെന്നെക്കൊണ്ട് പറ്റും, ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം, ശ്രമിച്ചിട്ട് പെട്ടാലും കുഴപ്പമില്ല എന്നൊരു തീരുമാനത്തോടു കൂടി വിജയിക്കും എന്ന മനസ്സോടുകൂടി ആ ഒരു കാര്യം ചെയ്തു നോക്ക്. മേ ബി നമുക്കവിടെ വിജയം കണ്ടെത്താൻ കഴിയും. ഞാനൊരു ചെറിയ സ്റ്റോറി പറയാം. ഒരു കണക്ക് ക്ലാസ്. ആ ക്ലാസ്സിൻ്റെ ടൈമിൽ ഒരു കുട്ടി ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങിയ ടൈമിൽ പ്രൊഫസർ ക്ലാസ് എടുക്കുന്നുണ്ട്. അവസാനം ആ കുട്ടി എണീക്കുന്നത് ബെല്ലടി കേട്ടിട്ടാണ്. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ ആരുമില്ല. ആകെ കുട്ടി കാണുന്നത് ബോർഡിൽ 2 കണക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഹോംവർക്ക് ആണെന്ന് കരുതി ആ കുട്ടി ആ ചോദ്യങ്ങൾ തൻ്റെ നോട്ട് ബുക്കിലോട്ട് പകർത്തി. വീട്ടിൽ പോയി രാവും പകലും ഇരുന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അവസാനം കുട്ടിക്ക് ഉത്തരം കിട്ടി. പിറ്റേ ദിവസം ക്ലാസ്സിലോട്ട് വരുന്നതും ആ ബോർഡിലുണ്ടായിരുന്ന 2 ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ്. പ്രൊഫസർ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഒരിക്കലും ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല എന്ന് മുദ്രയടിക്കപ്പെട്ടിട്ട 2 ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരമായിരുന്നു ആ കുട്ടി കണ്ടെത്തിയത്. ആ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല, അത് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന വാക്കായിരുന്നു ആ കുട്ടി കേട്ടിരുന്നെങ്കിൽ ഇന്നും ആ ചോദ്യത്തിനുള്ള ഉത്തരം ആ കുട്ടിക്ക് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. അതുപോലെയാണ് ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ കൂടി നമുക്ക് പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ. ചിലപ്പോൾ അത് അവരുടെ കാഴ്ചപ്പാടിലിട്ട് കാണുമ്പോൾ അവർക്കതിന് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അത് ചെയ്തു തീർക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ ഭയമായിരിക്കും അവരീ പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിലോട്ട് നോക്കുക, നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് അനലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഓരോ കാര്യത്തിലോട്ട് ഏർപ്പെടുക. ഇങ്ങനെയുള്ള പലരുടെയും ഏർപ്പെടൽ കൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് അത്ഭുതങ്ങളും ഇന്ന് ലോകത്തുണ്ടായേക്കുന്നത്.